ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ. ഇന്ന് ഓശാന ഞായറാഴ്ച. ഈ ഓശാന ഞായറയിൽ പിതാവായി ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ വൈദിക ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ആത്മായ ജീവിതത്തിൽ, ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഓശാന പാടുവാൻ കഴിയുമോ? പരസ്പരം. അതായത് ഓരോ വ്യക്തിയും മറ്റുള്ളവരെ ഒന്ന് അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഓശാന എന്ന് പിതാവായ ദൈവം പറയുകയാണ്. സന്യാസ ജീവിതത്തിൽ മറ്റ് സന്യാസികളെ അവരുടെ അനേക ഗുണങ്ങൾ മനസ്സിലാക്കി ആ ഗുണങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞ് അവരുടെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തുവാനുള്ള അവസരം, അംഗീകാരം കൊടുക്കാനുള്ള അവസരമാണ് ഓശാന. ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിലും എല്ലാ ജീവിതത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, അംഗീകരിച്ചു കൊടുത്തേ. പക്ഷേ ഈ അംഗീകാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. രണ്ടാമതായിട്ട്, ഈ അംഗീകാരത്തിൽ എപ്പോഴും ഒരു ദുഃഖവെള്ളി ഉണ്ടായിരിക്കും. ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ സ്നേഹിച്ചവർ തന്നെ ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്താം, സഹന സമയത്ത് ഓടി മറയാം. അതോടൊപ്പം ദൈവം നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ ഓശാന ഞായറാഴ്ചയിൽ പ്രധാനമായും സഹനങ്ങളും കഷ്ടപ്പാടും കടന്നു വരുമ്പോഴും ദൈവത്തോട് ചേർന്ന് നൽകുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് കഴുതയുടെ പുറമാണ്. വലിയ സാമ്പത്തിക അവസ്ഥയുണ്ട്, വലിയ അറിവുണ്ട്, ജ്ഞാനമുണ്ട്, പണ്ഡിതനാണ്. എന്നിട്ടും ഒരു കഴുതയുടെ പുറത്തുന്നതുപോലെ ഏറ്റവും ശൂന്യനായി ഒന്ന് എളിമപ്പെടാനുള്ള അവസ്ഥ എൻ്റെ ഇത്രയും നാളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും മറ്റു മുമ്പിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, വില മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, പരിഗണന മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വളരെ വലിയവനായിട്ടാണോ ഞാൻ കഴിയുന്നത് എങ്കിൽ ഒരു വൈദികനും ഒരു സന്യാസിക്കും ഒരു അൽമായനും ഈ ഓശാന ഞായറാഴ്ച ആഘോഷിക്കുവാനുള്ള യോഗ്യതയില്ല. യോഗ്യത എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരിലുണ്ടാകണം. ആയതിനാൽ ഒന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി ഓശാന പാടുവാൻ നിങ്ങളുടെ നാവുകൾ ഉയരുമ്പോൾ ദൈവത്തിനും കർത്താവായ ക്രിസ്തുവിന് നിങ്ങൾ ഒത്തിരി ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ ഓശാന വളരെ വിലപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.